1923 മുൻപ് ഫ്ലോറിഡയുടെ ഹൃദയഭാഗത്ത് റോസ്വുഡ് എന്നൊരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. വെറും ഒരു ഗ്രാമമായിരുന്നില്ല അത്. കറുത്ത വർഗ്ഗക്കാർ സ്വന്തം വിയർപ്പ് കൊണ്ട് നെയ്തെടുത്ത ഒരു സ്വപ്നമായിരുന്നു. സ്വന്തമായി മില്ലുകൾ, സ്കൂളുകൾ, പള്ളികൾ. വെളുത്ത വർഗ്ഗക്കാരെ ആശ്രയിക്കാതെ തലയുയർത്തി നിന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ജനത. ജിം ക്രോ നിയമങ്ങൾ കറുത്തവനെ അടിച്ചമർത്താൻ ശ്രമിച്ച കാലത്തും റോസ്വുഡ് ഒരു അത്ഭുതമായി, ഒരു ചെറുത്തുനിൽപ്പായി നിലകൊണ്ടു. സംഗീതവും പ്രാർത്ഥനകളും കൊണ്ട് ആ വീടുകൾ എന്നും സജീവമായിരുന്നു. പക്ഷേ അസൂയയുടെയും വംശീയ വെറിയുടെയും കരിനിഴൽ ആ ഗ്രാമത്തിന് മേൽ വീണു. 1923 ജനുവരി 1 ഫാനി ടൈലർ എന്ന വെള്ളക്കാരിയായ സ്ത്രീയുടെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം. താനൊരു കറുത്ത വർഗ്ഗക്കാരനാൽ ആക്രമിക്കപ്പെട്ടു എന്ന ആ കള്ളം അന്നത്തെ വംശീയ രാഷ്ട്രീയത്തിന് ആയുധമായി. സത്യം അന്വേഷിക്കാൻ പോലീസോ ഭരണകൂടമോ തയ്യാറായില്ല. നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ ആൾക്കൂട്ടത്തിന് കൊലവിളി നടത്താൻ മൗനസമ്മതം നൽകി. അതൊരു കലാപമായിരുന്നില്ല, ഭരണകൂടം സ്പോൺസർ ചെയ്ത ഒരു വേട്ടയായിരുന്നു. പിന്നീടുള്ള രാത്രികളിൽ റോസ്വുഡിൽ പെയ്തത് തീമഴയായിരുന്നു. സിൽവസ്റ്റർ കാരിയറെ പോലുള്ളവർ തങ്ങളുടെ വീടും കുടുംബവും സംരക്ഷിക്കാൻ ധീരമായി തിരിച്ചടിച്ചു. പക്ഷേ ആയുധമേന്തിയ നൂറുകണക്കിന് വരുന്ന ആൾക്കൂട്ടത്തിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. വീടുകൾ ഓരോന്നായി കത്തിയമർന്നു. സ്ത്രീകളും കുട്ടികളും ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് കൊടും തണുപ്പിൽ ചതുപ്പുനിലങ്ങളിലേക്ക് ഓടി. ഒടുവിൽ മനുഷ്യത്വമുള്ള 2 വെള്ളക്കാരായ ട്രെയിൻ ഡ്രൈവർമാർ കുറച്ചുപേരെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആ വംശഹത്യ ഇതിലും ഭീകരമാകുമായിരുന്നു. കലാപം അവസാനിച്ചപ്പോൾ റോസ്വുഡ് എന്ന ഗ്രാമം ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. മരിച്ചവരുടെ കണക്കുകൾ ഇന്നും അവ്യക്തമാണ്. ഏറ്റവും ഭയാനകമായത് അതൊന്നുമല്ലായിരുന്നു, അതിനുശേഷം വന്ന നിശബ്ദതയായിരുന്നു. രക്ഷപ്പെട്ടവർ ഭയം കൊണ്ട് വായ തുറന്നില്ല. ഫ്ലോറിഡ ഭരണകൂടം ആ ചരിത്രം രേഖകളിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. 70 വർഷത്തോളം അമേരിക്കൻ ചരിത്ര പുസ്തകങ്ങളിൽ റോസ്വുഡ് എന്ന പേരുണ്ടായിരുന്നില്ല. ആർക്കും ശിക്ഷ ലഭിച്ചില്ല, ആരും ചോദിച്ചില്ല. നീതി എന്നത് അവർക്ക് അന്യമായിരുന്നു. എന്നാൽ സത്യത്തെ എന്നേക്കുമായി കുഴിച്ചു മൂടാൻ കഴിയില്ല. 1980കളിൽ മാധ്യമപ്രവർത്തകർ ആ കല്ലറ തുറന്നു. നീണ്ട നിയമ പോരാട്ടങ്ങൾ. ഒടുവിൽ 1994 ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു. ഫ്ലോറിഡ സർക്കാർ തങ്ങളുടെ വീഴ്ച സമ്മതിച്ചു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായി വംശീയ അതിക്രമത്തിന് ഇരയായവർക്ക് ഒരു സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകി. ദ റോസ്വുഡ് ക്ലെയിംസ് ബിൽ. നഷ്ടപ്പെട്ട ജീവനുകൾക്കും സ്വപ്നങ്ങൾക്കും പകരമാകില്ലെങ്കിലും അത് വരും തലമുറയ്ക്കുള്ള ഒരു പാഠമായിരുന്നു. റോസ്വുഡ് ഇന്നും ഓർമ്മപ്പെടുത്തുന്നു, നീതി വൈകാം, പക്ഷേ നിഷേധിക്കപ്പെടില്ല.